നമസ്കാരം. ഫണ്ട് 360 പുതിയ എത്തിയതിലേക്ക് സ്വാഗതം. പ്രൊഫസർ അനൂപ് മാത്യു. ഇന്നത്തെ വിഷയം സ്റ്റോക്ക് മാർക്കറ്റിൻ്റെ കുറച്ചൊരു ചരിത്രത്തിലേക്കൊക്കെയാണ്. നമുക്കറിയുന്ന പോലെ തന്നെ സ്റ്റീഫൻ ഡെനിങ് പറഞ്ഞ പോലെ 1950 ഫോർച്യൂൺ 500 കമ്പനികളുടെ ആയുസ് 75 വർഷത്തോളം ആയിരുന്നു എങ്കിൽ ഇന്ന് ഫോർച്യൂൺ 500 കമ്പനികളുടെ ശരാശരി ആയുസ് 15 വർഷത്തിൻ്റെ താഴെയാണ്. അതായത് ഫോർച്യൂൺ 500 ലിസ്റ്റിൻ്റെ അകത്ത് വരുന്ന മികച്ച 500 കമ്പനികൾ പോലും ആവറേജ് 15 വർഷം മാത്രമൊക്കെ ജീവിക്കുന്നുള്ളൂ. അതിൻ്റെ അപ്പുറം ആകുമ്പോഴത്തേനും കമ്പനി ഏകദേശം പൊളിഞ്ഞു പോകുന്ന അവസ്ഥയിലേക്കാണ് എത്തുന്നത്. 500 കമ്പനിയും പൊളിയുന്നു എന്നുള്ളതല്ല, നിലനിൽക്കുന്ന കമ്പനികളും പൊളിഞ്ഞു പോയ കമ്പനികളുടെയൊക്കെ കൂടി മൊത്തം ഏജ് എടുത്ത് ആവറേജ് ചെയ്യുകയാണെങ്കിൽ അത് ആദ്യം 75 എന്ന് 1950 ഉണ്ടായിരുന്നത് ഇപ്പോൾ 15 എത്തി. അപ്പോൾ ഈ ഒരു അവസ്ഥയിൽ നമ്മൾ വളരെ പെട്ടെന്ന് വലുതാകുന്ന, പെട്ടെന്ന് ക്യാഷ് ഫ്ലോ മെച്ചപ്പെടുത്തുന്ന, പെട്ടെന്ന് ബിസിനസ് മോഡൽസ് മാറ്റുന്ന, പെട്ടെന്ന് ക്യാഷ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള പുതിയ പുതിയ ഓപ്പറേഷൻ സ്ട്രാറ്റജി പയറ്റുന്ന ഒരു കാലഘട്ടത്തിൽ ഇന്ത്യയിൽ 100 വർഷത്തിലേറെ ആയിട്ടുള്ള കമ്പനികൾ, അഥവാ ഇന്ത്യയുടെ ഏകദേശം മൂലധന വിപണിയുടെ ചരിത്രം തുടങ്ങുന്ന കാലത്ത് തന്നെ വന്നിട്ടുള്ള കമ്പനികൾ അവ ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. അവയുടെ ഒരു ചരിത്രവും അവരുടെ ബേസിക്കായിട്ടുള്ള ബിസിനസ് മോഡൽസും അവർ ഇപ്പോഴെവിടെ എത്തി നിൽക്കുന്നു എന്നുള്ളതും. കാരണം ഈ കമ്പനികളെല്ലാം ഇപ്പോഴും സ്റ്റോക്ക് മാർക്കറ്റിൽ ലിസ്റ്റ് ചെയ്യുന്നവയാണ്. ഈ ലിസ്റ്റിൽ ഏറ്റവും പ്രായം ചെന്ന കമ്പനി EID Parry ആണ്. അതിൻ്റെ ആദ്യത്തെ പേര് പാരി ആൻഡ് കോ എന്നായിരുന്നു. പിന്നെ അത് പേര് മാറ്റി EID Parry എന്നാക്കി. EID Parry 1839 ഇൻകോർപ്പറേറ്റ് ചെയ്തത്. തോമസ് പാരി, അതായത് നമ്മുടെ ബ്രിട്ടീഷുകാരൊക്കെ വരുന്ന കാലത്ത് തന്നെ തോമസ് പാരി എന്ന ഇംഗ്ലീഷുകാരൻ വന്നിട്ട് ഇവിടുത്തെ ട്രേഡിങ്ങിന് വേണ്ടി ഉണ്ടാക്കിയ ഒരു കമ്പനിയാണ് പാരി ആൻഡ് കോ എന്ന് പറയുന്നത്. അപ്പോൾ ജനറൽ ട്രേഡിങ്ങും ഒക്കെ ആയിരുന്നു ഇതിൻ്റെ അകത്തുണ്ടായിരുന്നത്. അതിൻ്റെ കൂട്ടത്തിൽ ഏറ്റവും അധികം ട്രേഡ് ചെയ്തിരുന്ന 2 കമ്മോഡിറ്റിയാണ്. ഒന്ന് പഞ്ചസാരയും മറ്റൊന്ന് സ്പിരിറ്റും. അപ്പോൾ 19-ാം നൂറ്റാണ്ടിലേക്ക് എത്തിക്കഴിഞ്ഞപ്പോൾ ഈ കമ്പനിക്ക് സൗത്ത് ഇന്ത്യൻ മാർക്കറ്റിൽ വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു ഫുട് പ്രിൻറ്റ്സ് ഒക്കെ ഉണ്ടായിരുന്നു. പിന്നെ ഇതൊരു 2 വെർട്ടിക്കലായിട്ട് ഈ ഒരു കമ്പനി തിരിക്കപ്പെട്ടു. അതായത് ഈസ്റ്റ് ഇന്ത്യ ഡിസ്റ്റിലറീസും അതുപോലെ ഷുഗർ ഫാക്ടറീസ് ലിമിറ്റഡ് എന്ന് പറഞ്ഞിട്ട്. അപ്പം ഇത് ഒരൊറ്റ കമ്പനി ആയിട്ടാണ് നിലനിന്നെങ്കിൽ പോലും, അതായത് ഈസ്റ്റ് ഇന്ത്യ ഡിസ്റ്റിലറീസ് ആൻഡ് ഷുഗർ ഫാക്ടറീസ് ലിമിറ്റഡ് എന്നാണെങ്കിൽ പോലും 2 വെർട്ടിക്കലായിട്ടാണ് ഇത് നിലനിന്നത്. അപ്പോൾ 1962 പാരി ആൻഡ് കോ ഈ 2 വെർട്ടിക്കലും കൂടി ഒന്നിച്ച് മേർജ് ചെയ്തിട്ട് EID Parry എന്നുള്ള ഒരു കമ്പനി ആക്കിയിട്ട് മാറ്റി. അതിനുശേഷം 1981 EID Parry മുറുകപ്പ ഗ്രൂപ്പ് അക്വയർ ചെയ്തു. EID Parry ലാഭത്തിൽ വർക്ക് ചെയ്യുന്ന ഒരു കമ്പനിയാണ്. നല്ല നമ്പേഴ്സൊക്കെയാണ് പോസ്റ്റ് ചെയ്യുന്നത്. മുറുകപ്പ ഗ്രൂപ്പിൻ്റെ ഒരു കമ്പനി ആയതുകൊണ്ട് തന്നെ ഒരു ഭയങ്കര പെട്ടെന്നുള്ളൊരു വളർച്ച, നമ്മളെ അദാനിയെ പോലെ വളരെ അഗ്രസീവായിട്ടുള്ളൊരു ക്യാഷ് ഫ്ലോയ്ക്ക് വേണ്ടിയിട്ടുള്ളൊരു ത്വരിതപ്പെട്ടൊരു ഓട്ടം ഉണ്ടാകില്ല. പക്ഷേ എങ്കിൽ പോലും ഈ ഒരു കമ്പനി വളരെ സുസ്ഥിരമായിട്ടുള്ളൊരു കമ്പനിയാണെന്നുള്ളത് നമ്മുടെ നമ്പേഴ്സ് എടുത്ത് വെച്ച് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കാണാൻ കഴിയും. അപ്പോൾ ഈ കമ്പനി ഇപ്പോൾ നിലനിൽക്കുന്നുണ്ട്. ഭയങ്കര നഷ്ടത്തിലൊന്നുമല്ല, പക്ഷേ അതിൻ്റെ ഒരു പാരമ്പര്യം കാത്തു സൂക്ഷിച്ച് അതിപ്പോഴും ഉണ്ട്. ഡിസ്റ്റിലറി, അതുപോലെ ഫ്യൂൽ ബ്ലെൻഡിങ് ഇതൊക്കെ വന്നു കഴിഞ്ഞപ്പോൾ ആ ഒരു കാലങ്ങളിൽ ആ ഒരു ബൂമിൽ കുറേ വില കൂടുകയും ചെയ്തു. ഇതിനകത്ത് പറയാൻ വിട്ടുപോയ ഒരു കാര്യം, ഈ കമ്പനികളൊക്കെ നമ്മുടെ കൗതുകത്തിന് വേണ്ടിയിട്ട് നമ്മൾ ലിസ്റ്റ് ചെയ്ത് വെച്ചതാണ്, അല്ലാതെ ഇതൊന്നും ബൈ റെക്കമെൻഡേഷൻ ഒന്നും അല്ല. ആ ഒരു കാര്യം ദയവായി മനസ്സിൽ വെക്കുക. അത് കഴിഞ്ഞ് രണ്ടാമത്തെ ഏറ്റവും പഴയ കമ്പനിയാണ് ബോംബെ ബർമ ട്രേഡിംഗ് കോർപ്പറേഷൻ. അപ്പോൾ ഈ ബോംബെ ബർമ ട്രേഡിംഗ് കോർപ്പറേഷൻ എന്ന് പറയുന്ന ഒരു കമ്പനി BBTC 1863 ഇൻകോർപ്പറേറ്റ് ചെയ്തത്. വാലസ് ആൻഡ് കമ്പനി, അതൊരു സ്കോട്ടിഷ് ഫാമിലി എന്നുള്ള ഒരു 6 സഹോദരങ്ങൾ കൂടി തുടങ്ങിയിട്ടുള്ളൊരു കമ്പനിയായിരുന്നു. അത് ലണ്ടനിലാണ് ഫസ്റ്റായിട്ട് അത് ഇൻകോർപ്പറേറ്റ് ചെയ്തത്. അപ്പം ഇതിൻ്റെ അകത്തൊരു ഹിസ്റ്ററി എന്നൊക്കെ പറയുന്നത് അത്ര അധികം ഒന്നും നമുക്ക് കിട്ടാനില്ലെങ്കിൽ പോലും ഒരു രാമൻ മഹാദേവൻ്റെ ഒരു കുറച്ച് സ്ക്രിപ്റ്റ്സൊക്കെ അനുസരിച്ച് അദ്ദേഹം ഒരു വലിയൊരു റൈറ്ററൊക്കെ ആയിരുന്നു. പ്രത്യേകിച്ച് ബിസിനസ് ഹിസ്റ്ററി എഴുതുന്നതിൽ അദ്ദേഹം വളരെയധികം പ്രശസ്തനാണ്. അപ്പം വാലസ് ബ്രദേഴ്സ് ഈ ഒരു ബിസിനസ് ഇന്ത്യയിൽ സെറ്റപ്പ് ചെയ്തു. പക്ഷേ ഇന്ത്യയിൽ സെറ്റപ്പ് ചെയ്യാൻ വേണ്ടി അദ്ദേഹത്തെ സഹായിച്ചത് പാഴ്സിയാണ്, ഫ്രാംജി നുസ്രവാൻജി പട്ടേൽ എന്ന് പറയുന്ന പാഴ്സി. അതിനുശേഷം ഈ കമ്പനി ബർമയിലേക്ക്, റങ്കൂണിലേക്ക് അവരുടെ ബിസിനസ് ഓപ്പറേഷൻസ് എക്സ്പാൻഡ് ചെയ്തു. അപ്പോൾ അവിടെ ചെന്നിട്ട് വലിയ തോട്ടങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാടുകളൊക്കെ ഏറ്റെടുത്ത് അവിടുന്ന് മരം വെട്ടിയിട്ട്, അതായത് തേക്ക് മരം വെട്ടിയിട്ട് ഇന്ത്യയിലെ ഈ ഒരു ഭൂപ്രദേശത്തു നിന്നുള്ള ഏറ്റവും വലിയ തേക്ക് മരത്തിൻ്റെ എക്സ്പോർട്ടർ, യൂറോപ്പിലൊക്കെയുള്ള എക്സ്പോർട്ടറായി മാറി. പതുക്കെ 1900 എത്തിക്കഴിയുമ്പോൾ വാഡിയ ഗ്രൂപ്പ് ഈ ഒരു കമ്പനിയുടെ ഷെയർസ് എങ്ങനെയൊക്കെയോ പതുക്കെ കൈക്കലാക്കാൻ തുടങ്ങി. 1913 ബോംബെ സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ ഈ കമ്പനി ലിസ്റ്റ് ചെയ്യപ്പെടുകയും ചെയ്തു. അതിനുശേഷം ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയ കാലഘട്ടങ്ങളിലേക്കൊക്കെ എത്തിയപ്പോഴത്തേനും വാഡിയ ഗ്രൂപ്പിൻ്റെ കയ്യിലായി ഈ ഒരു കമ്പനിയുടെ കൺട്രോൾ.
സ്കോട്ടിഷ് ബ്രദേഴ്സിന് ആദ്യം തുടങ്ങിയ വാലസ് ഗ്രൂപ്പിന് ഇതിൻ്റെ അകത്ത് ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയോട് കൂടിയിട്ട് പിന്നെ കാര്യമായ താല്പര്യമില്ല എന്നുകൂടി നമുക്ക് വേണമെങ്കിൽ കരുതാവുന്നതാണ്. അപ്പോൾ 1900-കളിൽ ഇന്ത്യയുടെ സ്വാതന്ത്ര്യത്തോട് അടുത്ത് കഴിഞ്ഞപ്പോഴത്തേനും ഈ ഒരു കമ്പനിയുടെ വലിയൊരു ബിസിനസ് ഏരിയ എന്ന് പറയുന്നത് കോട്ടൺ, അതായത് പ്രോസസ്സ് ചെയ്യാത്ത കോട്ടൺ, പിന്നെ അത് വെച്ചുള്ള ടെക്സ്റ്റൈൽസ് എക്സ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളത്, പിന്നെ എഡിബിൾ ഓയിൽ, ഇങ്ങനെയുള്ളൊരു വലിയൊരു ഏരിയയിലേക്ക് ഈ ഒരു കമ്പനി അങ്ങോട്ട് കടന്നു കയറി. ഈ ഒരു കമ്പനി ഇപ്പോൾ പ്രധാനമായിട്ടും ഫോക്കസ് ചെയ്തിരിക്കുന്നത് ഒന്ന് ടീ ആൻഡ് കോഫി പ്ലാന്റേഷൻസ്, പിന്നെ ഓട്ടോ ഇലക്ട്രിക് കോമ്പണൻസ്, ഹെൽത്ത് കെയർ, റിയൽ എസ്റ്റേറ്റ്. കാരണം നമുക്കറിയുന്ന പോലെ തന്നെ ഈ സ്വാതന്ത്ര്യത്തിന് മുമ്പുള്ളതായതുകൊണ്ട് മോശമില്ലാത്തൊരു റിയൽ എസ്റ്റേറ്റ് ബാങ്ക് ഈ ഒരു കമ്പനിയുടെ കയ്യിലുണ്ട്. കണ്ടമാനം റിയൽ എസ്റ്റേറ്റ് പ്രോപ്പർട്ടി ഉണ്ട്. പിന്നെ ബേസിക് പ്രൊഡക്ഷൻ കമ്പനി. പക്ഷേ നിർഭാഗ്യകരമെന്ന് പറയട്ടെ, കഴിഞ്ഞ വർഷങ്ങളായിട്ടൊക്കെ ചെറിയ ചെറിയ ലോസാണ് ഈ ഒരു കമ്പനി പോസ്റ്റ് ചെയ്യുന്നത്. പക്ഷേ ഇതിൻ്റെ അകത്ത് നമുക്ക് ആലോചിക്കാൻ പറ്റുന്നൊരു കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഫീനിക്സ് മില്ലിൻ്റെയൊക്കെ കാര്യം പറയുന്ന പോലെ ഈ കണ്ടമാനം ലാൻഡ് ഉള്ളത് കൊണ്ട് ഈ ലാൻഡൊക്കെ വിറ്റിട്ട് ഒരു വാല്യൂ അൺലോക്കിംഗ് ഒക്കെ നടത്തി കഴിഞ്ഞാൽ ഈ ഒരു കമ്പനിയുടെ ബുക്സൊക്കെ വളരെ അട്രാക്റ്റീവായി മാറും. അപ്പോൾ അതിനുള്ളൊരു സാധ്യത നമുക്ക് തള്ളിക്കളയാൻ കഴിയില്ല. അപ്പോൾ അങ്ങനെ വന്നു കഴിഞ്ഞാൽ ആ ഒരു കാലഘട്ടങ്ങളിൽ ഈ കമ്പനി വളരെ ആകർഷകമാകും. അടുത്തൊരു പഴയ കമ്പനിയാണ് നമുക്ക് വളരെ സുപരിചിതമായിട്ടുള്ള ബോംബെ ഡൈയിങ് കമ്പനി. 1879 തുടങ്ങിയാണ്. നമ്മുടെ വാഡിയ ഗ്രൂപ്പിൻ്റെ കമ്പനി തന്നെയാണത്. ആദ്യം വെറും 3 കളർ ഉപയോഗിച്ച് തുണികളിൽ ചായം മുക്കി വെയിലത്തിട്ട് ഉണക്കി തുടങ്ങിയ കമ്പനി ചൈനയിൽ നിന്നുള്ള ഇമ്പോർട്ട് ഇന്ത്യയിലേക്കുള്ള സ്വാതന്ത്ര്യത്തിന് മുമ്പ് തുണിയുടെ ഇമ്പോർട്ട് നിർത്തിയോട് കൂടിയിട്ട് ആ ഒരു ഗ്യാപ്പിൽ കടന്നു കൂടിയിട്ട് പച്ച പിടിച്ചു പോയിട്ടുള്ള ഒരു കമ്പനിയാണ്. പക്ഷേ നിർഭാഗ്യകരമെന്ന് പറയട്ടെ, അതിനുശേഷം സ്വാതന്ത്ര്യത്തിന് ശേഷവും ഈ ഒരു കമ്പനിയുടെ പ്രോഡക്റ്റിൻ്റെ ഗുണം കൊണ്ട് ഇന്ത്യയിൽ തന്നെ തുണി ഉൽപ്പന്നങ്ങൾ, മേൽത്തരം തുണി ഉൽപ്പന്നങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബോംബെ ഡൈയിങ് എന്നുള്ളൊരു പേര് ആയി മാറി. ഇന്ത്യയിൽ നിന്നും എക്സ്പോർട്ട് ചെയ്യുന്നത് യൂറോപ്പിലേക്കും അമേരിക്കയിലേക്കും എക്സ്പോർട്ട് ചെയ്യുന്ന ഒരു വലിയ എക്സ്പോർട്ടറായിട്ടും മാറി. പക്ഷേ നിർഭാഗ്യകരമെന്ന് പറയട്ടെ, അതിന് ശേഷം കാര്യമായിട്ട് വളരെ അഗ്രസീവായിട്ടുള്ള ഒരു ബിസിനസ് പ്ലാനോ ഒന്നും ഇല്ലാത്തത് കൊണ്ട് പതുക്കെ ലാഭം കുറഞ്ഞു വരികയും ചെയ്തു. ഇതുകൂടാതെ അൺഓർഗനൈസ്ഡ് സെക്ടറിൽ ഉള്ള കുഞ്ഞു കമ്പനികൾ ചുരുങ്ങിയ വിലയ്ക്ക് ഈ പറഞ്ഞതുപോലെ ഈ തുണിത്തരങ്ങൾ എക്സ്പോർട്ട് ചെയ്യാനും അവരവരുടെ മാർക്കറ്റ് പിടിക്കാനും തുടങ്ങി. അതുകൊണ്ട് ബോംബെ ഡൈയിങ് ഈ പറഞ്ഞ പോലെ കുറച്ച് ഡള്ളായി വന്നു. നഷ്ടത്തിലേക്കൊന്നും കൂപ്പുകുത്തി പോയില്ലെങ്കിൽ പോലും ഒരു വലിയ ജീവനില്ലാത്തൊരവസ്ഥയിലേക്ക് ബോംബെ ഡൈയിങ് എത്തിപ്പെട്ടു. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ബോംബെ ബർമ ട്രേഡിംഗ് കോർപ്പറേഷൻ BBTCയുടെ കാര്യം പറഞ്ഞ പോലെ തന്നെ വലിയൊരു ലാൻഡ് ബാങ്ക് ആണുള്ളത്. ഇവരെല്ലാം പഴയ കമ്പനികൾക്കൊക്കെ ഉള്ളത് ഒരു വലിയൊരു ലാൻഡ് ബാങ്ക് കണ്ണായ സ്ഥലങ്ങളിലുണ്ട്. ഇവരൊക്കെ കുറച്ചും കൂടി ഒരു അഗ്രസീവായിട്ട് ഈ ലാൻഡ് ബാങ്ക് എങ്ങനെ ഉപയോഗിക്കാമെന്നുള്ളതും സെല്ല് ചെയ്തിട്ടോ അല്ലെങ്കിൽ ഒരു റിയൽ എസ്റ്റേറ്റ് ബിസിനസ് എന്നുള്ള രീതിയിലൊക്കെ വന്നു കഴിഞ്ഞാൽ ഇവരുടെയൊക്കെ ബുക്സ് വളരെ നല്ലതായിട്ട് അട്രാക്റ്റീവ് ആവും. അപ്പം അങ്ങനെ വരുന്ന ഒരു കാലമുണ്ടെങ്കിൽ ആ ഒരു കാലത്ത് ഉറങ്ങിയിരിക്കുന്ന ഈ കമ്പനികളൊക്കെ വളരെ നല്ല രീതിയിൽ ബൂം ചെയ്യും. അടുത്ത കമ്പനി ഷാലിമാർ പെയിൻറ്റ്സ് ആണ്. 1902 ഇത് ഇൻകോർപ്പറേറ്റ് ചെയ്തത്. സൗത്ത് ഏഷ്യയിലെ അന്നത്തെ കാലത്തുള്ള ഏറ്റവും വലിയൊരു പെയിൻറ്റ് കമ്പനിയായിരുന്നു. ഇപ്പോഴും സൗത്ത് ഏഷ്യയിലെ കാര്യം എടുത്ത് നോക്കുകയാണെങ്കിൽ ഏറ്റവും പഴയ നിലനിൽക്കുന്ന പെയിൻറ്റ് കമ്പനി ഷാലിമാർ പെയിൻറ്റ്സ് തന്നെയാണ്. ഷാലിമാർ പെയിൻറ്റ് നമ്മൾ ബാക്കിയുള്ള പഴയ കമ്പനികളെ കുറിച്ച് പറയുന്ന പോലെ ഒരു വലിയൊരു വെല്ലുവിളി നേരിടുന്ന ഒരു കമ്പനിയല്ല. അതിൻ്റെ പ്രധാനപ്പെട്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ പല ഗവൺമെൻറ് പ്രോജക്ട്സിനകത്തൊക്കെ ഉള്ള ഇവരുടെ ഇൻവോൾവ്മെൻ്റ് ആണ്. അപ്പോൾ അവർക്ക് വർഷങ്ങളായിട്ടുള്ള സുസ്ഥിരമായിട്ടുള്ള ഒരു ക്ലയൻറ്റ് ബേസ് അഥവാ ഒരു ഡിമാൻഡ് ഗവൺമെൻറ് സെക്ടറിൽ നിന്ന് തന്നെ കിട്ടിക്കൊണ്ടിരിക്കുന്നു. അപ്പോൾ മാർജിൻസ് ഒന്നും അത്ര വലിയ അട്രാക്റ്റീവ് അല്ലെങ്കിലും അവർക്കൊരു കോൺസ്റ്റൻറ്റ് ഡിമാൻഡ് അവിടെ ഉണ്ടെന്നുള്ളത് ഒരു സത്യമാണ്. ഈ കമ്പനി ലാഭത്തിൽ തന്നെയാണ്, പക്ഷേ വലിയൊരു അട്രാക്റ്റീവായിട്ടുള്ള ഒരു റിട്ടേൺസ് ഒക്കെ നൽകുന്ന ഒരു കമ്പനിയാണെന്ന് നമുക്ക് കരുതാൻ വയ്യ. 120 വർഷത്തിലേറെ ആയിട്ടുള്ള ഒരു കമ്പനി. അടുത്ത കമ്പനി അലംബിക് ഫാർമിയാണ്. 1907 ഈ കമ്പനി ഇൻകോർപ്പറേറ്റ് ചെയ്തത്. കുറേ പബ്ലിക്കായിട്ടുള്ള കുറച്ച് ആളുകളും അതേപോലെ തന്നെ ചരിയു അമീൻ ഫാമിലിയും കൂടിയിട്ട്. അപ്പോൾ ഇതിൻ്റെ അകത്ത് രസകരമായിട്ടുള്ളൊരു കാര്യം 1930-കളിൽ ഈ കമ്പനി ആ ഒരു കാലങ്ങളിൽ തന്നെ ഈ കമ്പനി അവരുടെ മാനുഫാക്ചറിങ് ഒക്കെ റൺ ചെയ്തിരുന്നത് പെട്രോൾ എഞ്ചിൻ വെച്ചിട്ടാണ്. അപ്പോൾ ഇന്ന് പറയുന്ന പോലെ തന്നെ ബ്ലെൻഡിങ് അന്നത്തെ കാലത്തെ ഈ കമ്പനി നടത്തിയിരുന്നതാണ്. ഒരു 4:1 റേഷ്യോയിൽ പെട്രോളിൻ്റെ കൂടെ ആൽക്കഹോളും കൂടി കലർത്തിയിട്ടുള്ളൊരു മിക്സ്ചറായിരുന്നു ഉപയോഗിച്ചിരുന്നത്. പൊല്യൂഷൻ കുറയ്ക്കാനും അതേപോലെ തന്നെ എഫിഷ്യൻസി കൂട്ടാനും വില കുറയ്ക്കാനും വേണ്ടിയിട്ടെന്നുള്ളത് ചരിത്രം പറയുന്നു. പക്ഷേ 1950-കളിലേക്ക് എത്തിക്കഴിഞ്ഞപ്പം ആൽക്കഹോളിനെതിരെ ഗുജറാത്തിൽ തന്നെയുള്ള ഒരു വലിയ സെൻറ്റിമെൻറ്റും ഒക്കെ വന്നു കഴിഞ്ഞപ്പോൾ എന്ത് ചെയ്തു എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കമ്പനി അലംബിക് ഫാർമയായി മാറി. കഫ് സിറപ്പും വൈറ്റമിൻ ടോണിക്കും ഒക്കെ ആൻറ്റിബയോട്ടിക് ഒക്കെ പിന്നെ പിൽക്കാലങ്ങൾ തുടങ്ങി അങ്ങനെയുള്ളൊരു ഫാർമ കമ്പനിയായി രൂപാന്തരപ്പെട്ടു. അപ്പോൾ ഇപ്പം ഈ പറഞ്ഞതുപോലെ ഈ കമ്പനി പ്രധാനമായിട്ടും ജനറിക് മെഡിസിനൊക്കെ മാനുഫാക്ചർ ചെയ്തിട്ട് മുമ്പോട്ട് പോകുന്നു. വലിയ ഒരു അതിഭീകരമായിട്ട് വലിയ നമ്പേഴ്സ് പോസ്റ്റ് ചെയ്യുന്ന കമ്പനിയാണെന്ന് പറയാൻ കഴിയില്ലെങ്കിൽ പോലും ഫണ്ടമെൻ്റലി സ്ട്രോങ് ആയിട്ടുള്ളൊരു കമ്പനിയാണ്.
ഈ കൂട്ടത്തിൽ അവസാനം വരുന്ന കമ്പനി 1907 തന്നെ ഇൻകോർപ്പറേറ്റ് ചെയ്തിട്ടുള്ള ടാറ്റ സ്റ്റീലാണ്. അപ്പോൾ ടാറ്റ സ്റ്റീലിനെ കുറിച്ച് കാര്യമായിട്ടൊന്നും പറയേണ്ട ആവശ്യമില്ല. 1907 ജംഷഡ്ജി ടാറ്റ ഇൻകോർപ്പറേറ്റ് ചെയ്തു ജംഷഡ്പൂരിൽ. അപ്പോൾ ടാറ്റ സ്റ്റീൽ മാത്രമാണ് ഈ കൂട്ടത്തിൽ കാലത്തിനനുസരിച്ച് ടെക്നോളജി ആകട്ടെ ട്രെൻഡ് അനുസരിച്ച് മാറിയിട്ടുള്ളൊരു കമ്പനി. ബാക്കി എല്ലാ കമ്പനികൾക്കും ആ ഒരു പ്രായത്തിൻ്റേതായിട്ടുള്ള കുറച്ചൊരു അസ്കിതകളൊക്കെ ഉള്ളൊരു കമ്പനികളാണ്. ടാറ്റ മാത്രം ടാറ്റ കാലത്തിനനുസരിച്ച് മാറി, ടെക്നോളജിക്ക് അനുസരിച്ച് മാറി, സബ്സിഡിയറീസ് ഉണ്ടാക്കി. ടാറ്റയുടെ മറ്റു പല ഗ്രൂപ്പുകളിലേക്കും ടാറ്റയുടെ പ്രോഡക്ട്സ് തന്നെ എടുക്കാൻ തുടങ്ങി. ഇപ്പോൾ ഉദാഹരണമായിട്ട് പറയുകയാണെങ്കിൽ ടാറ്റ സ്റ്റീലിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ടാറ്റ സ്റ്റീൽ തന്നെയാണ് ടാറ്റയുടെ മറ്റു പല പ്രോഡക്ട്സ് TRF ഉൾപ്പെടെയുള്ള കുഞ്ഞു കുഞ്ഞു കമ്പനികളിലും അല്ലെങ്കിൽ ടാറ്റ മോട്ടോഴ്സും ഉൾപ്പെടെയുള്ള ഇതിൻ്റെ അകത്തൊക്കെ കൺസ്യൂം ചെയ്യുന്നത്. അപ്പം ടെക്നോളജിക്ക് അനുസരിച്ച് ടാറ്റ ഗ്രൂപ്പ് മാറി, ടാറ്റ സ്റ്റീലും മാറി. അപ്പം പഴയഞ്ചൻ കമ്പനികളുടെ കൂട്ടത്തിൻ്റെ അകത്ത് ടാറ്റ സ്റ്റീൽ മാത്രമേ ഇപ്പോഴും ചെറുപ്പക്കാരനായിട്ട് നിലനിൽക്കുന്നുള്ളൂ. ബാക്കി എല്ലാത്തിനും പ്രായത്തിൻ്റേതായിട്ടുള്ള കഷ്ടപ്പാടുകളൊക്കെ അനുഭവിക്കുന്നു. അപ്പോൾ അവസാനമായിട്ട് ഈ കമ്പനികളൊക്കെ ഒന്ന് നിങ്ങളെ പരിചയപ്പെടുത്തി എന്നുള്ളത് മാത്രമേ ഉള്ളൂ. നമ്മളുടെ ഒരു വലിയൊരു പാരമ്പര്യം നമ്മുടെ സ്റ്റോക്ക് മാർക്കറ്റ് ഇന്നുള്ള ചെറുപ്പക്കാർക്കോ അല്ലെങ്കിൽ പ്രായമായക്കോ കുറേ പേർക്കൊക്കെ അറിയില്ല. 5% മാത്രമേ ഇവിടെ സ്റ്റോക്ക് മാർക്കറ്റ് എന്നുള്ളതിനെക്കുറിച്ചും ക്യാപിറ്റൽ മാർക്കറ്റിനെ കുറിച്ചും അറിയുന്ന ജനങ്ങളുള്ളൂ. പക്ഷെ എങ്കിൽ പോലും നമ്മളുടെ ക്യാപിറ്റൽ മാർക്കറ്റിലുള്ള നമ്മളുടെ പാരമ്പര്യം, ഇവിടെയുള്ള ഇൻഷുറൻസിനേക്കാളും വലിയ പാരമ്പര്യമാണുള്ളത്, ബോണ്ട് മാർക്കറ്റിനേക്കാളും വലിയ പാരമ്പര്യമാണുള്ളത്. ഒരു പരിധിവരെ നമ്മൾ ബാങ്കുകളെക്കാളും വലിയ പാരമ്പര്യമുണ്ട് എന്നൊക്കെ തന്നെ നമുക്ക് പറയേണ്ടി വരും. കാരണം ബാങ്കിങ് പോപ്പുലറൈസ് ചെയ്യുന്നതിന് മുമ്പ് തന്നെ ഒരു കൂട്ടം ജനങ്ങൾ ഇവിടെ സ്റ്റോക്ക് മാർക്കറ്റുമായിട്ട് ഇരുന്നിട്ടുണ്ടായിരുന്നു. ഇവിടെ കമ്പനികളുണ്ടായിരുന്നു. ആ കമ്പനികളൊക്കെ 100-120 വർഷത്തിന് ശേഷവും ഇപ്പോൾ അവയിൽ ചിലത് ജീവിച്ചിരിക്കുന്നു, സ്റ്റഡിയായിട്ട് മുമ്പോട്ട് പോകുന്നു എന്നുള്ളത് ഒരു ഇന്ത്യക്കാരൻ എന്ന രീതിയിൽ നമുക്ക് അഭിമാനിക്കാൻ വകയുള്ള ഒരു കാര്യമാണ്. ഇത് സ്റ്റോക്ക് റെക്കമെൻഡേഷൻ അല്ല. ഈ പറഞ്ഞ സ്റ്റോക്കുകളെല്ലാം ഒരു വലിയ റൈസ് ആൻഡ് ഫോൾ 1930കളിലെ വലിയ സാമ്പത്തിക തകർച്ചയൊക്കെ കണ്ടിട്ടും ജീവിച്ചിരിക്കുന്ന കമ്പനികളാണ്. മൊത്തം സൈക്കിളുകളും കണ്ടു തീർന്നതാണ്. പക്ഷേ ഇത്ര വലിയ കാലം ജീവിച്ചിരിക്കുന്ന കമ്പനികളുടെ ഒരു പ്രശ്നം 2ാമത്തെയോ 3ാമത്തെയോ 4ാമത്തെയോ തലമുറകളാകാം ഇപ്പോൾ അവർ മാനേജ് ചെയ്യുന്നത്. അപ്പോൾ ആ ഒരു മാനേജ്മെൻറ്റ് എക്സ്പീരിയൻസ് ഉണ്ടാകുമെന്നുള്ളത് നമുക്കത്ര കരുതാൻ വയ്യ. അപ്പോൾ ഇതോടുകൂടി ഈ ഒരു അധ്യായം ഇവിടെ അവസാനിക്കുകയാണ്. മറ്റൊരു അധ്യായത്തിൽ നമുക്ക് വീണ്ടും കാണാം. അതുവരെ നന്ദി, നമസ്കാരം.